സ്വാഗതം. പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ, ഞാനൊരു ടാരോ അധ്യാപകനാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് ഇന്ന് എന്ത് കാര്യമാണ് താങ്കൾ ബോധവാനായിരിക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് പുറമേ തോന്നില്ല, ഉള്ളിൽ നിന്ന് അറിയേണ്ടതാണ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്ത് പ്രതീക്ഷിക്കാം എന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഇന്ന് നമ്മളിലേക്ക് വരുന്ന ഊർജ്ജം എന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്ന കാർഡ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പിൻ്റെ കാർഡാണ്, സ്നേഹത്തിൻ്റെ കാർഡാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, പുതിയൊരു പാർട്ട്ണർ തേടുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ ആളെ കണ്ടുകൂട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ റീയൂണിയൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ബിസിനസ്സിനൊരു പാർട്ട്ണർഷിപ്പ് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു സപ്പോർട്ടിൻ്റെ ആളെ നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു തോഴനാവാം, ചങ്ങാതിയാവാം, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധുവാവാം. അങ്ങനെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുന്നൊരു എനർജിയാണ് ഇന്ന് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ ഞാൻ കാണുന്നു വെച്ചു. എന്താണ് നമ്മളിന്ന് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് പണം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു പക്ഷേ താങ്കൾക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ന് എന്തൊക്കെയോ ചില കാശുകൾ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് സ്നേഹം തുടങ്ങുന്നൊരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ നമുക്കത് സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് തന്നെ ആവണമെന്നില്ല. ഈശ്വരനോട് സ്നേഹമാവാം, യൂണിവേഴ്സിനോട് സ്നേഹമാവാം. ഈ കാർഡ് വരെ നമ്മൾ പറയാറുള്ളത് പുതിയ അങ്ങനത്തെ ഒരു ഇമോഷൻ നമുക്കിന്ന് വരുന്നുള്ളതാണ്. ഇതുവരെ അനുഭവിക്കാത്തൊരു ഇമോഷൻ, അതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അത് റിസീവ് ചെയ്യാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് 2 ഓഫ് കപ്സിൻ്റെ കൂടെ ഈ കാർഡ് ചേർന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ബി ഓപ്പൺ എന്നുള്ളതാണ്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് ചെവി തിന്നുന്ന ഒരാളെ കാണാൻ പറ്റും. അതായത് ഈ കാർഡ് എന്ന് പറയുന്നത് എന്ത് വിധത്തിലും വിജയിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് താങ്കൾക്ക് വരുന്നുള്ളതാണ്. അതായത് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ താങ്കൾക്ക് അറിയാമല്ലോ, നമ്മൾ വളരെ സോഫ്റ്റായിട്ട് കാര്യമില്ല, പൊരുതി തന്നെ നേടണം. ഇന്നത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഐഡിയ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.